എല്ലാവർക്കും ചിങ്കാൻവിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ട്ടാ. അപ്പൊ ഇന്ന് നമുക്കേ കുട്ടികൾക്കൊക്കെ ഇഷ്ടമുള്ള ബർഗർ ഉണ്ടല്ലോ, അത് നമുക്ക് കടയിൽ നിന്നൊക്കെ കിട്ടുന്ന അതേ രുചിയിൽ വീട്ടിലൊന്ന് തയ്യാറാക്കി നോക്കട്ടെ. അപ്പൊ ഇതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. അപ്പൊ വീഡിയോയിലേക്ക് കടക്കാം. ഓക്കെ. അപ്പൊ ദേ ഇതിനായിട്ട് ചിക്കന്റെ ബ്രസ്റ്റ് പീസാണ് കേട്ടോ നമ്മൾ എടുത്തുള്ളത്. അപ്പൊ എല്ലില്ലാത്ത പീസാണ് ഇതിനായിട്ട് എടുക്കേണ്ടത് കേട്ടോ, മെയിൻ ആയിട്ട്. എന്നിട്ട് ദേ ഇതേപോലെ വളരെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് നമുക്കൊന്ന് നന്നാക്കി എടുക്കാം. അതിനുശേഷം ഇതിനുണ്ടല്ലോ ഇതേപോലെ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാട്ടോ. എന്നിട്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു അര ടീസ്പൂണോളം ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കുരുമുളക് പൊടി അത് ഒരു അര ടീസ്പൂണോളം ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത് ഒരല്ലി വെളുത്തുള്ളി ഇതേപോലെ ഒന്ന് ചതച്ചതാണ്. പിന്നെ നമുക്ക് 3 സ്ലൈസ് ബ്രെഡ് അതും ഇതിലേക്ക് ഇതേപോലെ ഒന്ന് കഷ്ണങ്ങളാക്കിയിട്ടൊന്ന് ഇട്ട് കൊടുക്കാട്ടോ. അങ്ങനെ ഈ ബ്രെഡൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം ഉണ്ടല്ലോ നമുക്ക് ഇതിലേക്ക് കാശ്മീരി മുളക് പൊടി ഉണ്ടല്ലോ അതൊരു അര ടീസ്പൂണോളം ചേർത്ത് കൊടുത്തിട്ട് ഇതിനെ വളരെ ഫൈനായിട്ട് തന്നെ ഒന്ന് അരച്ചെടുക്കണം കേട്ടോ. അങ്ങനെ ദേ നമ്മളിവിടെ നന്നായിട്ട് തന്നെ അരച്ചൊക്കെ എടുത്തിട്ടുണ്ട്. ഇതേപോലെ നോക്കി കണ്ട നന്നായിട്ട് തന്നെ അരഞ്ഞു കിട്ടണേ. ഇനി ഇതിനൊരു ബൗളിലേക്ക് ഒന്ന് മാറ്റിയെടുക്കുക. അപ്പോൾ നമ്മൾ അരപ്പൊക്കെ ഇതിൻ്റെ എല്ലാതും ഇതിലേക്ക് ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ടല്ലോ, കൈ വെച്ചിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് കുഴച്ചെടുക്കണം കേട്ടോ. അങ്ങനെ അത് കുഴച്ചെടുത്തതിന് ശേഷം ഇതിൽ നിന്നുണ്ടല്ലോ നമ്മൾ കട്ട്ലേറ്റ് ഒക്കെ ഉണ്ടാക്കാനായിട്ട് എടുക്കില്ലേ, അതേപോലെ ഇതിൽ നിന്ന് ആദ്യം തന്നെ അത്യാവശ്യം വലുപ്പത്തിൽ നമുക്ക് ആവശ്യമുള്ള വലുപ്പത്തിന് ഓരോരോ ഉണ്ടകളാക്കി എടുക്കാം ട്ടോ. അപ്പോൾ അതേ ഞാനിവിടെ ഇത്രയും വലുപ്പത്തിലാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇത് ഇതേപോലെ നന്നായിട്ടൊന്ന് ഉരുട്ടിയെടുക്കണം. അതിന് ശേഷം ഞാൻ കയ്യിലേക്ക് കുറച്ച് ഓയിലൊന്ന് തടവിയതിന് ശേഷം നമ്മൾ കട്ട്ലേറ്റ് ഒക്കെ ഉണ്ടാക്കാനായിട്ടുള്ള പോലെ തന്നെ പരത്തിയെടുക്കാം. ഇനി നിങ്ങൾക്ക് കട്ടി എത്ര വേണ്ടെങ്കിൽ എടുക്കുന്ന ഉണ്ടയുടെ വലിപ്പം കുറച്ച് കുറച്ചാലും മതി. അങ്ങനെ ഇതേപോലെ ഒന്ന് പരത്തിയെടുത്തിട്ട് നമുക്ക് ഇനി സാധാരണ നമ്മൾ കട്ട്ലേറ്റ് ഉണ്ടാക്കുന്ന രീതിയിൽ തന്നെ ഇതിനൊന്ന് തയ്യാറാക്കി എടുക്കാം ട്ടോ. അങ്ങനെ ദേ ഒരു 5 എണ്ണമാണ് കേട്ടോ ഞാനിവിടെ റെഡിയാക്കി എടുത്തിട്ടുള്ളത്. അതിന് നമ്മൾ ഇതേപോലെ ഒരു പ്ലേറ്റിലേക്ക് ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്കായിട്ടുള്ള ബ്രെഡ് ക്രംസ് നമ്മളിവിടെ തയ്യാറാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാനിവിടെ ഒരു 3 ബ്രെഡ് മിക്സിയുടെ ജാറിൽ ഒന്ന് അടിച്ചെടുത്തതാണ്. അപ്പം അതും ഒന്ന് മാറ്റി വയ്ക്കാം. പിന്നെ നമുക്ക് ആവശ്യമുള്ളത് മുട്ടയാണ്. ഇപ്പം ഇവിടെ ഒരു മുട്ട ഇതേപോലെ ഒന്ന് പൊട്ടിച്ചൊഴിച്ചതിന് ശേഷം ഇതിനൊന്ന് നന്നായിട്ട് തന്നെ ഒരു സ്പൂൺ വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ അതും ഇതിൻ്റെ ഒരു സൈഡിലേക്ക് ഒന്ന് മാറ്റി വയ്ക്കാം ട്ടോ. ഇനി നമുക്ക് ഇതിനുണ്ടല്ലോ ഓരോന്ന് എടുത്തിട്ട് ഈ ഒരു ആദ്യം തന്നെ മുട്ടയിലേക്ക് ഒന്ന് മുക്കി കൊടുക്കണം കേട്ടോ. നന്നായിട്ട് തന്നെ ഒന്ന് ആക്കിയതിന് ശേഷം ഇനി ഇതിനെ ഇതേപോലെ ഈ ഒരു ബ്രെഡ് ക്രംസിലേക്കും കൂടി ഒന്ന് മുക്കിയെടുക്കുക. അങ്ങനെ അതിന് ശേഷം ഉണ്ടല്ലോ ഇനി നമുക്ക് ഇത് എല്ലാതും ഇതേപോലെ ഞാൻ ഈ പ്ലേറ്റിലേക്ക് ഒന്ന് മാറ്റി വയ്ക്കുന്നുണ്ട് കേട്ടോ. ഇനി ഒരു പാനിലേക്ക് സൺഫ്ലവർ ഓയിലാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അതൊന്ന് ഒഴിച്ചതിന് ശേഷം ഇത് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് ഓരോന്ന് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ 2 ഭാഗം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇതേപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്ത് എല്ലാതും നമുക്കൊന്ന് മാറ്റി വയ്ക്കാം. ഇനി ഈ ഒരു പാനിലേക്ക് കുറച്ച് ബട്ടർ ഒന്ന് ഇട്ട് കൊടുക്കാം ട്ടോ. എന്നിട്ട് ജസ്റ്റ് അതിനൊന്ന് മെൽറ്റാക്കി എടുത്തതിന് ശേഷമേ നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന ബർഗർ ബണ്ണിൻ്റെ ഇതുണ്ടല്ലോ, അതിൽ നിന്ന് ഓരോരോ ബണ്ണ് എടുത്തിട്ട് അതിനെ ജസ്റ്റ് എൻ്റെ നടുവിൽ നിന്ന് കത്തി വെച്ചിട്ട് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് ഈ ബട്ടറിൽ വെച്ചിട്ട് ഇതിനൊന്ന് ചൂടാക്കി എടുക്കാം ട്ടോ. അപ്പം അങ്ങനെ നമ്മൾ ഇവിടെ 2 എണ്ണമൊക്കെ വെച്ചിട്ടുണ്ട്. അങ്ങനെ ഇതിൻ്റെ അടിഭാഗം ഇതേപോലെ ജസ്റ്റ് ഒന്ന് മൊരിഞ്ഞ് കഴിയുമ്പോൾ ഉണ്ടല്ലോ ഇതിനെ നമുക്ക് ഇതിൽ നിന്ന് മാറ്റി വയ്ക്കാം ട്ടോ. അതിനുശേഷം നമുക്ക് ഇനി സാധാരണ ബർഗർ തയ്യാറാക്കുന്നത് പോലെ തയ്യാറാക്കി എടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ ഇവിടെ ഉണ്ടല്ലോ കുറച്ച് തക്കാളി സവോളയൊക്കെ എടുത്തിട്ടുണ്ട് ട്ടോ. പിന്നെ ഇതിലേക്ക് മയണൈസും എടുത്തിട്ടുണ്ട്. അങ്ങനെ ഈ മയണൈസ് ആദ്യം നമുക്ക് ഇതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് ഈ ബണ്ണുമ്പോൾ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ട്ടോ. അതിനുശേഷം ഈ സ്പൂണ് വെച്ചിട്ട് ഇതിനൊന്ന് പരത്തി കൊടുക്കണേ. അതുപോലെ അതായത് ബണ്ണിൻ്റെ 2 ഭാഗങ്ങളുണ്ടല്ലോ അതുമ്മ രണ്ടുമേ ഇതേപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അതിന് ശേഷം ഉണ്ടല്ലോ നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് സവോള ഇതേപോലെ ഒന്ന് അരിഞ്ഞ് വെച്ച് കൊടുക്കാം. അതുപോലെ തന്നെ ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് തക്കാളിയും ഇതേപോലെ ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിന് ശേഷമാണ് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ്റെ ഐറ്റം ഉണ്ടല്ലോ അത് ഇതിന് മുകളിലേക്ക് ഇതേപോലെ ഒന്ന് വെച്ച് കൊടുക്കാം. ഇനി ഇതിന് മുകളിലായിട്ടേ ബണ്ണിൻ്റെ 2ാമത്തെ പീസില്ലേ അതും കൂടി ഒന്ന് വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പം അതും കൂടി വെച്ച് കൊടുത്താൽ ഈ ഒരു സിമ്പിളായിട്ടുള്ള നമ്മുടെ ബർഗർ ഇവിടെ റെഡി ആയിട്ടേ. ഇനി നമുക്ക് 2ാമത്തെ ഇതേപോലെ തന്നെ ചെയ്ത് കൊടുക്കാം. ഈ 2ാമത്തേൽ നമ്മൾ കുറച്ച് ചീസാണ് കേട്ടോ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ കുട്ടികൾക്കൊക്കെ ചിലപ്പോൾ ഈ സവോളയും തക്കാളിയൊക്കെ കഴിക്കാൻ ഇഷ്ടമല്ലാത്തവരായിരിക്കും. അങ്ങനെയുള്ളവർക്കാണെങ്കിൽ നമ്മൾ അതിന് പകരം ചീസും ഇതേപോലെ നമ്മുടെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ്റെ ഇതും വെച്ച് കൊടുത്താൽ മാത്രം മതി ട്ടോ. ഇനി ഉണ്ടല്ലോ ഈ ഒരു പാനിലേക്ക് കുറച്ച് ഇതേപോലെ ബട്ടർ ഒന്ന് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മുടെ ഓരോ ബർഗറായിട്ട് ഇതിലേക്ക് ഒന്ന് വെച്ച് കൊടുക്കാം ട്ടോ.
അങ്ങനെ വെച്ച് കൊടുത്തിട്ട് ഇതേപോലെ ഒന്ന് അടച്ച് വെച്ചിട്ട് ഒരു 5 മിനിറ്റ് വളരെ ലോ ഫ്ലെയിമിൽ നമുക്ക് ഇതിനൊന്ന് ചൂടാക്കി എടുക്കാം. അപ്പോൾ അതും കൂടി ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ബർഗർ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതെ ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബർഗർ നമുക്ക് കുട്ടികളൊക്കെ ഒന്ന് സ്കൂൾ വിട്ടൊക്കെ വരുമ്പോൾ അവരൊരു ആഗ്രഹത്തിന് ഇതേപോലെ ഒന്ന് തയ്യാറാക്കി കൊടുത്താൽ എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ എല്ലാവരും മസ്റ്റ് ആയിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. അപ്പോൾ നമുക്ക് അടുത്തൊരു അടിപൊളിയായിട്ടുള്ള വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ.